PM കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡുവിൻ്റെ വിതരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അടുത്ത ഗഡു വരുന്നതിന് മുമ്പ് കർഷകർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റിൽ പലരും പറഞ്ഞിട്ടുണ്ട് EKYC ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ EKYC ചെയ്യാത്തവർക്ക് എങ്ങനെ എളുപ്പത്തിൽ EKYC ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത്. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ അറിയിപ്പുകളും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 22 ഗഡുക്കളാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ 44,000 രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. PM കിസാൻ സമ്മാൻ നിധിയിലൂടെ പ്രതിവർഷം 6,000 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. 23ാമത്തെ ഗഡു ലഭിക്കുന്നതിന് ഫാർമർ ID നിർബന്ധമാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ഫാർമർ ID നിർബന്ധമാണ്. അതുപോലെ പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കും ഫാർമർ ID എടുത്തതിന് ശേഷമാണ് PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ നൽകേണ്ടത്. കർഷകർക്കുള്ള ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റിയായി ഇത് കണക്കാക്കപ്പെടുന്നു. അവരുടെ ഭൂമിയുടെ കൈവശാവകാശം, കൃഷി ചെയ്യുന്ന വിളകൾ, വളപ്രയോഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ശരിയായ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വ്യാജ രജിസ്ട്രേഷനുകൾ തടയുകയും ചെയ്യുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. നിരവധി പേർക്ക് 22ാമത്തെ ഗഡു മുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കാരണം പേയ്മെൻറ്റുകൾ തടസ്സപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പേരിൻ്റെ അക്ഷരത്തെറ്റ് പൊരുത്തപ്പെടാത്തതോ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാത്തതോ ഒരു കാരണമാണ്. അങ്ങനെയുള്ള കർഷകർ അവരുടെ വിശദാംശങ്ങൾ ഉടനടി അപ്ഡേറ്റ് ചെയ്യണം. ഇതിനു മുമ്പുള്ള തുക മുടങ്ങിയിട്ടുള്ളവർ ലാൻഡ് സീഡിംഗ്, EKYC തുടങ്ങിയവ എസ് എന്ന് തന്നെയാണോ കാണിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക. സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തുക ലഭിക്കാതിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി പറയാനുള്ളത് EKYC എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡു വിതരണം ജൂൺ അവസാന വാരത്തിലോ ജൂലൈ ആദ്യ വാരത്തിലോ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി EKYC ചെയ്യാനുള്ളവർക്ക് എങ്ങനെ എളുപ്പത്തിൽ EKYC ചെയ്യാം എന്ന് നോക്കാം. PM കിസാൻ ആപ്പിലൂടെ ഫേസ് ഓതൻറ്റിഫിക്കേഷൻ വഴി വളരെ എളുപ്പത്തിൽ EKYC പൂർത്തിയാക്കാം. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്ന് PM കിസാൻ GOI മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ ആധാർ ഫേസ് RD ആപ്പും കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ ഫേസ് സ്കാനിംഗ് നടക്കൂ. ഇതിനായി ആധാർ നമ്പറും അതുപോലെ തന്നെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ആവശ്യമാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ആപ്പാണ്. GOL എന്നല്ല, GOI എന്നാണ്. EKYC ചെയ്യാൻ PM കിസാൻ GOI ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് പേജിൽ നെക്സ്റ്റ് എന്ന് കാണാം. ആ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് വരും. ആ പേജിലുള്ളത് ഇത്രയുമാണ്: ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ, അതിന് താഴെ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ, അതിന് താഴെ ലോഗിൻ എന്ന് കാണാം. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ലോഗിൻ ടൈപ്പ് എന്ന് കാണാം. അതിന് താഴെ സെലക്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് അടുത്ത പേജിലുള്ളത്. അതിൽ സെലക്ട് എൻ്റെ സൈഡിലത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ സ്റ്റേറ്റ് ഒഫീഷ്യൽ, ബെനിഫിഷ്യറി, എക്സ്റ്റേണൽ യൂസേഴ്സ്, വില്ലേജ് ഓഫീസർ ഇങ്ങനെ 4 ഓപ്ഷൻ കാണാം. ഇതിൽ ബെനിഫിഷ്യറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ വരുന്നത് ലോഗിൻ ടൈപ്പ്, അതിന് താഴെ ബെനിഫിഷ്യറി എന്ന് കാണാം. അതിന് താഴെ രജിസ്ട്രേഷൻ ID അതുപോലെ ആധാർ നമ്പർ, ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനുള്ള ഇത് കാണാം. അവിടെ ആധാർ നമ്പർ സെലക്ട് ചെയ്യുക. ആധാർ നമ്പർ അതിന് താഴെ അടിച്ചു കൊടുക്കുക. അതിന് താഴെ കാണുന്ന ഫേസ് ഒതൻറ്റിഫിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് ഫോൺ ക്യാമറ ഓൺ ആകും. ഫോട്ടോ എടുക്കുന്ന രീതി നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് മുഖം ക്യാമറയ്ക്ക് അഭിമുഖമായി പിടിക്കുക. കണ്ണുകൾ ചിമ്മാൻ ആവശ്യപ്പെടും. ശരിയായി സ്കാൻ ചെയ്താൽ EKYC കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിക്കും. വ്യക്തമായി കാണുന്ന വിധത്തിൽ ക്യാമറ പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. OTP ലഭിക്കാത്തവർക്കും ബയോമെട്രിക് ചെയ്യാൻ പ്രയാസമുള്ളവർക്കും ഈ രീതി എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.